Greetings to you all in the mighty and marvelous name of our Lord and Savior Jesus Christ. Dear sisters and brothers, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ സൺഡേ ആയി നാം കണക്കാക്കുന്നു. ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായർ. ദൈവത്തിൻ്റെ തിരുവചനം അഥവാ വേർഡ് ഓഫ് ഗോഡ് ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ സഹായിക്കുക? ദൈവവചനത്തിൻ്റെ സ്വീകരണം മൂലം, അനുസരണം മൂലം ഒരു വിശ്വാസി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്നത് എങ്ങനെയാണ്? ഇക്കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. മേക്കിംഗ് ഓഫ് ദ ഡിസൈപ്പിൾ. അതിനായി 3 പ്രധാന വേദവചന ഭാഗങ്ങളാണ് നാം ഇന്ന് പഠിക്കുന്നത്. St. Matthew chapter 13 verses 1 to 9, 1 Corinthians chapter 10 verses 1 to 11, and 1 Timothy chapter 6 verses 11 to 16. ആദ്യമായി നമുക്ക് നോക്കാം വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശുക്രിസ്തു ഒരു കർഷകനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വിത്ത് വിതയ്ക്കുവാൻ പോകുന്ന ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നു. വിത്തുകളെല്ലാം പല സ്ഥലങ്ങളിലായി വീഴുന്നു. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് മാത്രമാണ് മുളച്ചു വന്ന് വളർന്ന് നല്ല ഫലം കർഷകന് കൊടുത്തത്. നമുക്ക് വായിക്കാം. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായിട്ടായിരുന്നു സംസാരിച്ചത്. യേശു പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു വളർന്നു വന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ യേശുക്രിസ്തു ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നല്ലവണ്ണം വിത്ത് വിതയ്ക്കണം, അല്ലെങ്കിൽ എങ്ങനെ നല്ലതുപോലെ കൃഷി ചെയ്യാം എന്ന് പഠിപ്പിക്കുവാനല്ല, മറിച്ച് ഇതൊരു പാരബിളാണ്. പാരബിൾ ഓഫ് ദ സോവർ. ഇവിടെ വിത്ത് എന്നത് ദൈവവചനമാണ്. വിതയ്ക്കപ്പെടുന്ന സ്ഥലം ജനഹൃദയങ്ങളാണ്. ദൈവവചനം വിതയ്ക്കപ്പെടുമ്പോൾ അഥവാ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്തങ്ങളായ നിലയിലാണ് തങ്ങളുടെ ഹൃദയങ്ങളിൽ അത് സ്വീകരിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, അതവർ മനസ്സിലാക്കുന്നത്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ദൈവവചനം ലോകമെമ്പാടും വിതയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ 24 മണിക്കൂറും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The word of God is sown widely, but the soil varies. Some hearts are like paths where the seed is snatched away. വഴിയരികിൽ വീണ വിത്തിൻ്റെ അവസ്ഥയാണ് ചിലർക്ക് വചനം കേൾക്കുമ്പോൾ ആ വചനം അവർ ഉൾക്കൊള്ളുന്നില്ല, അവർ അത് ഗൗനിക്കുന്നില്ല. സാത്താൻ വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് അവിടെ വീണ വചനം എടുത്തു കളയുന്നു. അങ്ങനെ അവർ അലഞ്ഞുഴലുവാനിടയാകുന്നു. പാറപ്പുറത്ത് വീണ വിത്ത് പോലെയാണ് ചിലർ. പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് വചനത്തിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല.
അവർ ഉത്സാഹത്തോടെ വചനം കേൾക്കും. പക്ഷേ പ്രതികൂലങ്ങൾ വരുമ്പോൾ അവർ ആകെ വാടിപ്പോകും, ഉണങ്ങിപ്പോകും. വചനത്തിൽ ബലപ്പെടുവാൻ അവർക്ക് കഴിവില്ലാതെ വരും. മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയാണ് മറ്റു ചിലർ. അവർ വചനം കേട്ട് ജീവിക്കുവാൻ തുടങ്ങുന്നു. എന്നാൽ ഈ ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾ, ഭാരങ്ങൾ, ഇതൊക്കെയും അവർ അവരുടെ ഹൃദയത്തിൽ അനുവദിക്കുന്നു. ഇതെല്ലാം വന്ന് അവർ കേട്ട ദൈവവചനം ഞെരുക്കിക്കളയുന്നു. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ യാത്രയിൽ അവർ അവിടെ വഴിമുട്ടി നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. കാരണം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും സംശയങ്ങളും എല്ലാം അവർ തങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുകയാണ്. അവ അവരുടെ ഹൃദയത്തിൽ കയറി വന്ന് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാതെ അവരെ വീഴ്ത്തിക്കളയുന്നു. അവർക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റുന്നില്ല. വഴിമുട്ടിയ അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. അതേസമയം ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ് നല്ല നിലത്ത് വീണ വിത്ത് പോലെയുള്ള അനുഭവത്തിൽ ജീവിക്കുന്നത്. അവർ വചനം ഉൾക്കൊള്ളുന്നു, 100 മേനി ഫലം കായ്ക്കുന്നു. എന്താണ് ഈ ഫലം കായ്ക്കുന്ന അനുഭവം? അവർ കേട്ട വചനമനുസരിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു. ജീവിതത്തിലെ ജീവിതശൈലികൾ, സ്വഭാവങ്ങൾ, ഇവയ്ക്കൊക്കെയും മാറ്റം വരുത്തുവാൻ തക്കവണ്ണം അവർ വചനത്തിൽ വളരുന്നു. വചനം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു, അവരുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അവർ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. രൂപാന്തരപ്പെട്ട ഒരു ഹൃദയമുള്ളവർക്കാണ് ജീവിതത്തിൽ മുന്നേറുവാൻ, അല്ലെങ്കിൽ വചനത്തിൽ വളരുവാൻ, ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ ഇടയാകുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അവർ ക്രിസ്തുവിൽ വളരുന്നു, അവർ പക്വത പ്രാപിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും, ദൈവം നൽകുന്ന ഓരോ നന്മകൾക്കും അവർ ദൈവത്തിന് നന്ദി പറയുവാനും ദൈവനാമം അങ്ങനെ മഹത്വപ്പെടുത്തുവാനും അവർക്ക് ഇടയാകുന്നു. ഇതാണ് നല്ല നിലത്ത് വീണ വിത്ത് പോലെയുള്ള അനുഭവം. അവർ കേട്ട വചനമനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഫലം കായ്ക്കുന്നവരായി, ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുന്നു. സ്നേഹമുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ഇന്ദ്രിയജയമുള്ളവരായി അവർ ജീവിക്കുന്നു. ദൈവരാജ്യത്തിന് അവർ മുതൽക്കൂട്ടാണ്. ഇനി നമുക്ക് നോക്കാം വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവവചനമാകുന്ന വിത്ത് കൊരിന്തിലെ വിശ്വാസികളിൽ വിതച്ചിട്ട് അത് അവരിൽ വളർത്തുവാനും അങ്ങനെ അവരുടെ ജീവിതം രൂപാന്തരപ്പെടുത്തി ദിനംതോറും ക്രിസ്തുവിൽ വളരുവാനും പൗലോസ്ലീഹ അവരെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് ഇത്. അവരെ പഠിപ്പിക്കുവാൻ പൗലോസ്ലീഹ അവർക്ക് കൊടുത്ത മാതൃകയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂപ്രയാണത്തിൽ അവരുടെ ജീവിതം. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൽ നിന്ന് നേരിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചവരാണ്. മരുഭൂമിയിലെ അവരുടെ യാത്രയിൽ അവർക്ക് വെയിൽ കൊള്ളാതിരിക്കുവാൻ തണലിനായി മേഘമായും രാത്രിയിൽ അവർക്ക് വെളിച്ചത്തിനായും ചൂടിനായും അഗ്നിസ്തംഭമായും ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് തിന്നുവാൻ സ്വർഗീയ ഭോജനമാണ് കൊടുത്തത്, മന്ന. കുടിക്കുവാൻ
മരുഭൂമിയിൽ പാറകളെ പിളർന്ന് വെള്ളം കൊടുത്തു. അവർക്കും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ തക്കവണ്ണം വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി എന്നാണ് നാം വായിക്കുന്നത്. അവർക്ക് മാംസം വേണമെന്ന് പറഞ്ഞപ്പോൾ മരുഭൂമിയിൽ ദൈവം അവർക്ക് കാടകളെ കൊടുത്തു, കാടപ്പക്ഷികളെ. അങ്ങനെ അവരെ വഴി നടത്തിയത് അവരോടുള്ള മഹാസ്നേഹം നിമിത്തമായിരുന്നു. പക്ഷേ ആ ജനം ചെയ്തതോ പലപ്പോഴും ദൈവത്തോട് അവർ മറുതലിച്ചു. ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പലതും ചോദിച്ചു. അതിനാൽ തന്നെ അവർക്ക് മരുഭൂമിയിൽ ശിക്ഷകളും കിട്ടി. പൗലോസ്ലീഹ കൊരിന്തിലെ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് മാതൃകയാക്കി കാണിക്കുന്നത് അവരുടെ ജീവിതമാണ്. അത് കണ്ട് നിങ്ങൾ പാഠം പഠിക്കണം, നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കണം. അതിനു വേണ്ടത് ദൈവവചനത്തിലുള്ള ആ ഉറപ്പാണ്, അതിനുള്ള വളർച്ചയാണ്. അത് നിങ്ങൾ മനനം ചെയ്യണം, അതനുസരിച്ച് ജീവിക്കണം. നമുക്ക് വായിക്കാം. 1 Corinthians chapter 10 verses 1 to 11. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പാറ പിളർന്നാണ് അവർക്ക് ജലം ലഭിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവായിരുന്നു അവർക്കിതെല്ലാം മരുഭൂമിയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയുമരുത്. ഇസ്രായേൽ മക്കൾ ചെയ്ത പാപങ്ങളൊക്കെയും എണ്ണി പറഞ്ഞ് അവർക്ക് വന്ന ശിക്ഷയും ഈ കൊരിന്തിലെ ജനത്തോട് പറഞ്ഞാണ് പൗലോസ്ലീഹ അവരെ പഠിപ്പിക്കുന്നത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പൗലോസിൻ്റെ താക്കീതാണ് നാം ഇവിടെ കാണുന്നത്. പൗലോസ് കൊരിന്തിലെ ജനത്തെ പഠിപ്പിക്കുകയാണ് വചനത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ, വചനത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രസക്തി. ഇതെല്ലാം ദൃഷ്ടാന്തമാണെന്ന് പറയുകയാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതം നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിരിക്കണം, എക്സാമ്പിളായിരിക്കണം. അതെന്തിനാണ് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളുടെ ഗുണീകരണത്തിനാണ്. ദീസ് ഓൾ ആർ റിട്ടൺ ഫോർ യുവർ അഡ്മോണിഷൻ. ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുവാനും പാഠം പഠിക്കുവാനും ഇവ വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു. അന്ന് കൊരിന്തിലെ ജനങ്ങൾക്ക് കൊടുത്തുവെങ്കിൽ ഇന്ന് നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗമാണ്. നമുക്കുമുള്ള പാഠമാണിത്. അവരുടെ ജീവിതം
ഇസ്രായേൽ മക്കളുടെ ആ മരുഭൂപ്രയാണത്തിലെ ജീവിതം നമുക്കും മാതൃകയാക്കണം. ദിസ് ഈസ് ഫോർ അവർ അഡ്മോണിഷൻ ഓൾസോ. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. നമ്മളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് എന്നാണ്. The events happened to the Israelites are relevant for those living in the end of this age. യുഗത്തിൻ്റെ സമാപ്തി വർഷങ്ങളിലാണ് ഇന്ന് നാം. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ യുഗം ആരംഭിച്ചതാണ്. Then began the beginning of the end time. New Testament people are living in the end of this age. പഴയ നിയമ ഇസ്രായേൽ മക്കൾ ദൈവത്തോടുള്ള ഉടമ്പടിയിൽ ജീവിച്ചിരുന്നത് പോലെ ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്നവർ ഒരു പുതിയ ഉടമ്പടിയിൽ കീഴിലാണ് ജീവിക്കുന്നത്. എ ന്യൂ കവനന്റ്. അന്ന് അവർ നിയമത്തിൻ്റെ കീഴിലായിരുന്നു. They were under the law. അതേസമയം ഇന്ന് പുതിയ ഉടമ്പടിயின் കീഴിലായിരിക്കുന്ന നാം കൃപയുടെ കീഴിലാണ് ആയിരിക്കുന്നത്. കൃപയുടെ ഉടമ്പടിയാണ് നമുക്കുള്ളത്. ഈ ഉടമ്പടിയിലായി എന്ന കാരണത്താൽ പാപം ചെയ്യുവാൻ കഴിവില്ലാത്തവരായി നാം മാറി എന്നല്ല അർത്ഥം. വി ആർ നോട്ട് ഇമ്മ്യൂൺ ടു സിൻ ഓർ ടെംപ്റ്റേഷൻ. ഇവിടെയാണ് വചനത്തിൻ്റെ പ്രസക്തി. ദൈവവചനം നാം ഗ്രഹിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ കൃപയിൽ ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാനും ആയിരിക്കണം. അതിനായിട്ടാണ് പൗലോസ്ലീഹ നമ്മെ ബുദ്ധി ഉപദേശിച്ചിരിക്കുന്നത്. നാം എൻഡ് ടൈം പീപ്പിളാണ്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി പൗലോസ്ലീഹ നൽകിയിരിക്കുന്നതാണ് ഈ വചനഭാഗം. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുവാൻ, ആ ശിഷ്യത്വത്തിലേക്ക് വളരുവാൻ വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതായ, സ്വാംശീകരിക്കേണ്ടതായ അനേകം നല്ല ഗുണങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്. ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവ വിശേഷതകൾ തന്നെയാണ്. ഈ ക്രിസ്തീയ മൂല്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീയും അനുവർത്തിക്കണമെന്ന് തൻ്റെ പ്രിയമകനായ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വചനഭാഗമാണ് അവസാനമായി നമുക്ക് പഠിക്കുവാനുള്ളത്. 1 Timothy chapter 6 verses 11 to 16. നമുക്ക് അതിൻ്റെ 9-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാനിടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. വേഴ്സ് 11. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. നമുക്കത് ഒന്നുകൂടെ വായിക്കാം. വേഴ്സ് 9 onwards.
People who want to fall into temptation. Verse 9 again. People who want to get rich fall into temptation and a trap and into many foolish and harmful desires that plunge men into ruin and destruction. Verse 9 again. People who want to get rich fall into temptation and a trap and into many foolish and harmful desires that plunge men into ruin and destruction. For the love of money is a root of all kinds of evil. Some people, eager for money, have wandered from the faith and pierced themselves with many griefs. Verse 11. But you, men of God, flee from all this and pursue righteousness, godliness, faith, love, endurance, and gentleness. Fight the good fight of the faith. Take hold of the eternal life to which you were called when you made your good confession in the presence of many witnesses. In the sight of God, who gives life to everything, and of Christ Jesus, who while testifying before Pontius Pilate made the good confession, I charge you to keep this commandment without spot or blame until the appearing of our Lord Jesus Christ, which God will bring about in His own time. God, the blessed and only ruler, the King of kings and Lord of lords, who alone is immortal and who lives in unapproachable light, whom no one has seen or can see. To Him be honor and might forever. Amen. ഇന്നത്തെ നമ്മുടെ കീ വേഴ്സായി ഞാൻ എടുത്തിരിക്കുന്നത് ഈ 16-ാമത്തെ വാക്യമാണ്. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അവൻ്റെ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും എന്നേക്കും ഉണ്ടാകട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ ദൈവവചനത്തിലെ അഭ്യസനം അത്യന്താപേക്ഷിതമാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മഹാനിയോഗം നമുക്ക് ശിരസാ വഹിക്കാം. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 20 ആ മഹാനിയോഗം നാം കാണുന്നത്. ദ ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും. ഗോ മേക്ക് ഓഫ് ഓൾ ഡിസൈപ്പിൾസ്. വി ഹിയർ ദ കോൾ ഓഫ് ഗോഡ്. Go make of all disciples. We hear the call of God that comes from thee, our Father, in thy eternal word. Inspire our ways of learning through earnest fervent prayer, and let our daily living reveal thee everywhere. Go make of all disciples, baptizing in the name of Father, Son, and Spirit, from age to age the same. We call each new disciple to follow thee, O
vipers, we